കിളികൾക്കൊന്നും കൊടുക്കുന്നില്ലേ, കിളികൾ തിന്നട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയോട് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. പിന്നെ നല്ലൊരു കാഴ്ച ബാ, നിങ്ങളോട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ അടുക്കളയില് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമാട്ടോ. കണ്ടമാനം ഒച്ചയെ പറയും, എന്നെ ഒരു സാധനവും കാണാനില്ല ആരും. അത് നമുക്ക് അടുക്കളയിൽ നിൽക്കണവർക്ക് അടുക്കള പണി വളരെ എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ടിപ്പായിട്ട് നിങ്ങളൊക്കെ കരുതിക്കോ. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ സാധനത്തിന് വേണ്ടി ഒരുപാട് സമയം കളയില്ല. സ്പൂൺ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആന കരിമ്പും കാട്ടി പറയും. ഇന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ പലഹാരം എന്താണെന്ന് കണ്ടോ? ഇന്നത്തെ പലഹാരത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള പലഹാരമാണ്. ഒരിക്കലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു പലഹാരം അല്ല. മാർക്ക് 100-ല് ഒരു 65. അത്രയും പോരാ, ഇച്ചിരി കൂടി കൊടുക്കാം. അപ്പയോ കാക്ക പൈനാപ്പിളിന്റെ ആ തണ്ട് കൊത്താൻ ശ്രമിക്കണ്. പൈനാപ്പിളിന്റെ മുടി എന്നെ കാണുമ്പോ കാക്ക കൊത്താതിരിക്കണ കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാതിരുന്നപ്പോ കാക്ക കൊത്തിയായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കണ കണ്ടപ്പോ ദേ കാക്ക അല്ല അത് ഓടാൻ തുടങ്ങുക. അല്ല ഓടാനല്ല, പറക്കാൻ തുടങ്ങുക. പറന്നുപോയി. അമ്മ വന്നപ്പോ അത് പറന്നു പോയിട്ടോ. അതേ ഒരു വിരുന്നുകാരനെത്തി. കിളികൾക്കൊന്നും കൊടുക്കുന്നില്ലേ, കിളികൾ തിന്നട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയോട് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. കിളികൾക്കായി ഫുള്ള് കൊടുത്തോ, ഫുൾ വാഴക്കൊല അവര് തിന്ന് തീർത്തു. മഴ വന്നപ്പോ മുറ്റത്തേക്ക് വീണത് ഞാൻ അങ്ങോട്ട് മാറ്റി. പിന്നെ എന്ത് വേണം, അത് വെട്ടിക്കളയണം. വേറെ അപ്പഴ് പറയാം വെട്ടിക്കളയാൻ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറി വെച്ച് വെട്ടിക്കളയാം. പിന്നെ നല്ലൊരു കാഴ്ച ബാ. ഹായ്, വെരി ബ്യൂട്ടിഫുൾ. ലാവൻഡർ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു കായ ഞാൻ ഗ്രോ ബാഗിൽ പാകി കിളിപ്പിച്ചതാണ്. 1-2 പേര് തൈ ചോദിച്ചിട്ടുണ്ട്. നമ്മള് അപ്പൊ അടുത്ത ആഴ്ച ആ റിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേളില് ഷീറ്റിട്ട പന്തലിടാൻ വരാം. ആണോ? നന്നായി. പുള്ളി പറഞ്ഞ് ഈ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം ചേട്ടനെ വിളിച്ചേച്ച് വരാം. അപ്പൊ അതിന് പെർമനന്റ് ആയിട്ടൊരു പന്തൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കോവലോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കയറ്റിവിടാം. അപ്പൊ ഓരോ പ്രാവശ്യം. അപ്പൊ ഞാനില്ലേ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ നിറത്തിലുള്ള പാഷൻ ഫ്രൂട്ട് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു കാ തന്നെ എനിക്ക് കിളിപ്പിക്കാം. ഇത് ലാവൻഡർ. അപ്പൊ അവർക്ക് ലാവൻഡർ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ലാവൻഡർ അവിടെ ഓൾറെഡി ഉണ്ടെന്ന്, നമുക്ക് വേണ്ടാന്ന്. വേറെ ഒരാളൊന്നുമല്ല, നോബി. 2 മഞ്ഞ ഉണ്ടെന്നാ തോന്നണേ. മഞ്ഞ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിടിപ്പിക്കാം. ഏതെങ്കിലും മഞ്ഞുള്ളവരുടെ വീടുകളിൽ നമുക്ക് സംഘടിപ്പിക്കാം. നമുക്ക് ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ട്, അവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ. നിങ്ങളോട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ അടുക്കളയില് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമാട്ടോ. നമ്മള് ഓരോ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ സംഗതികൾ എവിടെയൊക്കെ വെക്കണം, എവിടെയൊക്കെ സജ്ജീകരിക്കണം എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊന്ന് പറയാം. അത് നമുക്ക് അടുക്കളയിൽ നിൽക്കണവർക്ക് അടുക്കള പണി വളരെ എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ടിപ്പായിട്ട് നിങ്ങളങ്ങ് കരുതിക്കോ. കുഴപ്പമില്ലല്ലോ. അതായത് നമ്മള് ഉപയോഗിക്കുന്ന കയ്യിലുകളെ, നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കുന്ന തവികളെ, സ്പൂണുകളെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ആ സ്ഥലങ്ങളിൽ സ്പൂണുകളെ, ചട്ടുകം, നോൺ സ്റ്റിക്ക് തവയ്ക്ക് ഉപയോഗിക്കുന്ന കയ്യിലുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വെക്കുക. കൂടാതെ നമുക്ക് പാല് മറ്റുള്ള പല കവറുകളും കട്ട് ചെയ്യാൻ കത്രിക ആവശ്യമായിട്ട് വരും. കത്രിക, ഗ്യാസിന് ഉപയോഗിക്കുന്ന ലൈറ്റർ ആണെങ്കിൽ ലൈറ്റർ, ഇല്ലെങ്കിൽ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീപ്പെട്ടി. പിന്നെ നമ്മുടെ ഞാൻ ചെയ്യുന്ന കാര്യമാട്ടോ പറയണത്, പ്രഷർ കുക്കറിന്റെ വെയിറ്റ്. പ്രഷർ കുക്കറിന്റെ വാഷർ ഞാൻ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്, ഇതായി പോവാതെ ലൂസായി പോവാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഓരോ സംഗതികളും യഥാസ്ഥലങ്ങളിൽ വെക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് അടുപ്പത്ത് വെക്കുമ്പോ ഇളക്കാനുള്ള സംഗതി, കത്തിക്കാനുള്ള ലൈറ്റർ, കത്രിക, പുട്ട് കുത്തണ വരെ ഇങ്ങനെ. എനിക്ക് ചുരുങ്ങിയ, ഞാൻ പറയാറുണ്ട് എന്റെ കിച്ചൺ അധികം വലുതല്ല, ഓപ്പറേഷൻ നടത്തിയതായതുകൊണ്ട് കുറച്ച് ചുരുങ്ങിയ സ്ഥലേ ഞങ്ങളുടെ കിച്ചണിലുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ അടുക്കി പറക്കി വെക്കുന്നേ പ്രഷർ കുക്കറിന്റെ വെയിറ്റുകൾ. അതെ. പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ വെക്കാൻ ചിലർ പാചകത്തില്
അതിന് സൗകര്യപ്രദമായ സ്പേസ് ഉണ്ടാവും. ചിലർ ബെർത്തിൽ ഇങ്ങനെ കള്ളികളുള്ള ഷെൽഫുകളുടെ അതിന്റെ അടിയിൽ ബെർത്തുകൾ, അതിനുള്ള രീതിയിലുള്ള ബെർത്തുകൾ ഉണ്ടാവും വെക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും മേശപ്പുറത്ത് അടുക്കി വെക്കുവാണെങ്കിൽ അങ്ങനെ വെക്കുക. സോസ്പാൻ ഉൾപ്പെടെ കേട്ടോ, കാപ്പി കൂട്ടാനുള്ള കപ്പ്, ജഗ് എന്നൊക്കെയാന്ന് വെച്ചാൽ അങ്ങനെയുള്ള സംഗതികളെല്ലാം. ചിലർക്ക് സ്റ്റാൻഡുകൾ ഉണ്ടാവും നോൺ സ്റ്റിക്ക് വെക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നങ്ങ് എടുക്കാനായിട്ട് സൗകര്യമായിരിക്കും. അവിടെ ഇവിടെ ചിന്നി പറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ കാണൂല. ഇപ്പൊ നോൺ സ്റ്റിക്ക് ഇപ്പൊ വെക്കുന്നിടത്താണെങ്കിൽ അതിന്റെ കയ്യിലും അതിന് ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ ഇല്ല, സ്പാറ്റില ഉൾപ്പെടെ ഒരിടത്താണെങ്കിൽ അതെടുക്കുമ്പോൾ അതിന്റെ കൂടെ അത് എടുത്തോണ്ട് പോരാം. ചായ കൂട്ടാനുള്ള ജഗ്, സോസ്പാൻ, കാപ്പി മറിക്കാനുള്ള കോഫി മഗ്ഗല്ല, സ്റ്റീലിന്റെ വലിയ മഗ്ഗുകളില്ലേ, അതെല്ലാം ഒരു വട്ടിയിലോ എന്തെങ്കിലും നമുക്കവിടെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടില്ല, അങ്ങനെ അതിൽ വെക്കുവാണെങ്കിൽ ഓടി ചെന്ന് സോസ്പാൻ എടുക്കുമ്പോൾ ചായ കൂട്ടാനുള്ള കപ്പുകൾ അതിലെടുക്കാം. പിന്നെ പ്ലേറ്റുകളെല്ലാം എല്ലാവരും തന്നെ സ്റ്റാൻഡിലായിരിക്കും. പിന്നെ വലിയ കയ്യിലുകളൊക്കെ ഞാൻ വെക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സ്പൂണിന് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ സൗകര്യം കുറവാണ്, അപ്പൊ അതിനിങ്ങനെ സ്റ്റാൻഡ് ആണി അടിച്ച് ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ചട്ടുമൊക്കെ തൂക്കിയിടും. അങ്ങനെ എന്റെ രീതികൾ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓടി ചെല്ലുമ്പോ അവിടെ തന്നെ സാധനം ഉണ്ടാവും. അപ്പൊ എളുപ്പമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പിന്നെ ചട്ടിയും കലങ്ങളും വെക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളിൽ വലിപ്പം അനുസരിച്ച് അത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചെന്നെടുത്ത് കഴുകി അടുപ്പത്ത് വെക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കി തീർക്കാം. അതാ അതൊരു ചെറിയ നുറുങ്ങ് ടിപ്പാട്ടോ ഞാൻ പറഞ്ഞത്. ടിപ്പെന്ന് പറയണമെങ്കിൽ പറയാ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞത്. അപ്പൊ എത്ര സൗകര്യം കുറഞ്ഞ വീടാണെങ്കിലും നമ്മൾ ഒതുക്കി പറക്കി വെച്ച കുറെ സൗകര്യം നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ സാധനത്തിന് വേണ്ടി ഒരുപാട് സമയം കളയും. എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് ഉള്ള ഒരു സംഗതി സ്പൂണ്. നിനക്കറിയാലോ, ഞാനിപ്പോ ഒരു ചെറിയൊരു തമാശ പറയാം. ഞാൻ മാത്രം കൈകാര്യം ചെയ്യണോണ്ടായിരിക്കും. പിന്നെ ഇവിടെ കൈകാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാനിവിടെ 2 ഫോർക്ക് സാധാരണ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നിനക്കുമായിട്ട് എനിക്ക് ഫോർക്ക് ഉപയോഗം കുറവാണ്. അതിന്റെ രീതിയിലുള്ള 2 സ്പൂണും അതിലിട്ട് വെച്ചേക്കാം. ഞാൻ അതിൽ തന്നെയായിരിക്കും ആ കള്ളിയിൽ. ഞാൻ പറഞ്ഞില്ലേ പരിമിതമായ സൗകര്യത്തിൽ ഒതുക്കി വെച്ചേക്കണ കിച്ചണിൽ അറേഞ്ച്മെന്റുകൾ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇവരാരെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇതായിട്ട് പറഞ്ഞല്ല, ഇവർ ചിലപ്പോ ഇതെടുത്ത് വെച്ച് ഇതിലേക്ക് കൊണ്ടുവരും. ഇട്ടേക്കണ എന്ത് സാധനമാണെന്ന് ഞാൻ പറയാം. പിന്നെ ചിലപ്പോ ഇവിടെ ഈ ലൈറ്ററും കൊച്ചു കത്തികളെ പുട്ട് കുത്തണം സാധനം, കത്രിക, പിന്നെ ഈ ഇതുണ്ട് സോഡ ഓപ്പണറുണ്ട്, പിന്നെ കേക്കിന്റെ കൂടെ കിട്ടിയ 2 കത്തിയുണ്ട്. ഇതിലേക്ക് ചിലപ്പോ ഇതിലേക്ക് കൊണ്ടുപോയി ഫോർക്കും കൊണ്ടുപോയി, അപ്പൊ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോയി കുത്തണ ഇട്ട് വെക്കും. അപ്പൊ ഇതിലിങ്ങനെ ബ്രെഡിൽ പറ്റാനുള്ള ഇതൊക്കെ ഇതാണ് ഞാൻ. പിന്നെ ഇന്നാളെ ഞാനൊരു പള്ളിപ്പെരുന്നാളിന് ഒരെണ്ണം മേടിച്ചതിന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് ഓരോന്ന് വെക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഉള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇവരാരെങ്കിലും ഇത് ഇട്ട് കഴിയുമ്പോ ഞാൻ ചെറിയ സ്പൂണുകൾ ഇതില കുറച്ച് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി മെയിൽ സേഫിലാണ് വെച്ചേക്കണം. പിന്നെ വേറെ മീഡിയം സൈസ് ഇതില് വെക്കണത് കൊച്ചു 2 എണ്ണം വെച്ചേക്കും. കാപ്പിയിലിട്ട് അപ്പയ്ക്ക് സ്വയം ഇളക്കി കുടിക്കണം, പാടില്ല എന്ന് ഞാൻ പറയാറില്ല. അപ്പൊ ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഒന്ന് പിങ്കിളിനും ഒന്ന് ഇതിനുമായിട്ട്. പിന്നെ ഒരു കുഞ്ഞു ഫോർക്ക് ഇതിലുണ്ട്. മേശപ്പുറത്ത് പപ്പായയുടെ കൂടെ ഒരു കുഞ്ഞു ഫോർക്ക് കാണാം. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ മെയിൽ സേഫിലാണ് ഇതൊക്കെ കാപ്പിപ്പൊടി കോരാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചിലപ്പോ ഇതിനകത്തേക്ക് ഇതിടും, ഇതിനകത്തൊന്ന് ഇങ്ങോട്ട് വിടും. ചിലപ്പോ ലൈറ്ററൊക്കെ ഇത് കത്തിക്കുവാണെങ്കിൽ ഇവര് കത്തിക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടിട്ട് ഇപ്പൊ ഞാൻ ചിലപ്പോ ഇവിടെ കിടന്നില്ലേ കണ്ടമാനം ഒച്ചയെ പറയും. എന്നെ ഒരു സാധനവും കാണാനില്ല. ആരും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആന കരിമ്പും കാട്ടി ഞാൻ പറയും. അപ്പൊ ഇവർക്ക് പക്ഷെ അത് എന്നാന്ന് വെച്ചാ ഒരാൾ മാത്രം ഇങ്ങനെ എടുത്തിരുന്നോണ്ടായിരിക്കും. പിന്നെ ഇന്നാളെ നീ ഓർക്കണ്ടോ, വൈകുന്നേരം ഞാൻ നോക്കി നടന്നൊരു സ്പൂൺ കണ്ടില്ല. ആരുടെ മിസ്റ്റേക്ക് അല്ല. അപ്പ ചോറുണ്ണപ്പോ എടുക്കുന്ന സ്പൂൺ നിനക്കറിയാലോ, മീൽ സേഫിലും മൊത്തം 4 എണ്ണം അങ്ങനത്തെ ഉള്ളത്. അത് 1 എണ്ണം മാത്രം ഞാൻ അവിടെ റാക്കിൽ തൂക്കിയിട്ടേക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോ ഞങ്ങളൊരു കല്യാണ പരിപാടിക്ക് കഴിഞ്ഞ ആഴ്ച പോയേച്ച് വന്നപ്പോ ഇതിൽ കിടക്കണ 3 സ്പൂൺ ഇല്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സ്പൂൺ ഇല്ല. അപ്പൊ ഇവിടെ എന്നോട് പറയുന്നുണ്ട് ഇവര് 2 പേരും ഒരിടത്തും കിടക്കട്ടെ. പിന്നെ ഞാൻ നോക്കിയാ പിന്നെ എനിക്കത് കിട്ടിയടങ്ങോളൂ. കാരണം ഇവരാരും ഇവിടെ കൈകാര്യം ചെയ്തിട്ടില്ല. സ്പൂൺ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യനിങ്. എന്നെ പറ്റിയ വേറെ ഒന്നും പറ്റിയതല്ല. പാത്രം കഴുകി കഴിഞ്ഞപ്പോ കുഞ്ഞോള് വന്ന ദിവസമായിരുന്നു. പുള്ളിക്കാരി അത് സ്റ്റാൻഡിലെല്ലാം അവിടെ സ്പൂൺ സ്റ്റാൻഡില്ല അവിടെ എല്ലാ ഹോളിലെല്ലാം തൂക്കി തൂക്കി വൃത്തിയായിട്ട് ഇട്ട് വെച്ചേക്കണം ഓർഡറില്. കാരണം ഇവിടെ ഇട്ട് വെക്കണതാണെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വർക്ക് ഏരിയയില് അവിടെയാ എപ്പോഴും പാത്രം കഴിയണം. അവിടെ കഴിയച്ച് അതിലെല്ലാം തൂക്കി തൂക്കി ചട്ടുകം തൂക്കണടുത്ത്
ഓർഡറിൽ വെച്ചേക്കണം. അപ്പൊ നീ എന്നോട് ചോദിച്ചില്ലേ പത്രയായപ്പോ ഇപ്പൊ കിട്ടിയ ആശ്വാസമായി. ഇവരാരും കയറി കൈകാര്യം ചെയ്തതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നോക്കണടുത്ത് ഗ്യാസിന്റെ എടുത്താൽ നമുക്ക് ഇളക്കാനും പെറുക്കാനും എടുക്കാനും. അപ്പൊ ചോറുണ്ണ സ്പൂൺ ഇതിൽ ഇടാത്ത എന്നാന്ന് വെച്ചാൽ എനിക്ക് തന്നെ മാറിപ്പോവും. അത് ഇച്ചിരി വലുതായിരിക്കണം. ഇത് ചെറിയ സ്പൂണുകൾ ഇടുന്ന സ്ഥലം. അപ്പൊ ഇത് ആവശ്യമുള്ള സാധനം മാത്രം ഇതിൽ ഇട്ട് വെച്ചേക്കും. പിന്നെ എപ്പോഴും ഉപയോഗിക്കാത്ത സംഗതികൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് മെയിൻ സേഫ് ആണ്. അടുക്കളയുടെ അപ്പുറത്തെ കിച്ചണിൽ ഇരിപ്പുണ്ട്, അവിടെ ഒരു ബൗൾ ഇരിപ്പുണ്ട്, അതിനകത്ത് ഇട്ട് വെച്ചേക്കണം. അപ്പൊ നമ്മള് എളുപ്പത്തിൽ ചെയ്യാൻ ഇങ്ങനെ ഓരോന്ന് ഓർഡറിൽ വെച്ച് അത്യാവശ്യം കുറച്ച് സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ ഇതിലും വൃത്തിയായിട്ടും നീറ്റായിട്ടും ഓർഡറിലും ചെയ്യണവരുണ്ടാവും. മോഡേൺ കിച്ചണിലൊക്കെ ഇങ്ങനെ വലിപ്പുകൾ മറിയിലൊക്കെ ഇങ്ങനെ വലിപ്പുകൾ തുറക്കുമ്പോൾ അതിൽ വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിലുണ്ടാവും. അപ്പൊ അതിൽ വെക്കാം. പിന്നെ അത് കൂടാതെ കത്തികൾ എപ്പോഴും ഉപയോഗിക്കണല്ലേ, തേങ്ങ പൊട്ടിക്കാനുള്ള വെട്ടുകത്തി, കറിക്കരിയാനുള്ള കത്തികൾ, അതൊക്കെ ഒരേ പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനും അവിടെ തന്നെ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ കാണാനും സൗകര്യമായിരിക്കും. അപ്പൊ ഇതൊക്കെ ചെലവ് ഒരു സ്ഥലത്ത് വെക്കുക. ഇങ്ങനെ തേങ്ങ പൊതിക്കണ പാര, ഞാൻ പാരയും കണ്ടല്ലോ അപ്പിയാ പാരയും കണ്ടിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള ജോലി എളുപ്പം കഴിക്കാം. ശനിയും ഞായറും മാത്രം ഞങ്ങൾക്ക് ഇച്ചിരി വർക്ക് ഇതുണ്ട്, ഈ വീഡിയോ പരിപാടി ഉള്ളതുകൊണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ലിഷറിൽ പതുക്കെ ചെയ്യണം. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉണർന്ന് പരിപാടി ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നുറുങ്ങ് പരിപാടി. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഇപ്പൊ ചിലപ്പോ ചിലര് പറയുമായിരിക്കും ഞങ്ങളും ഒക്കെ ഇങ്ങനെയാ ആണ് ചെയ്യണേന്ന്. അങ്ങനെയാണ് അല്ലെന്ന് ആരും പറയണില്ല. ഇതിലും ഭംഗിയായിട്ട് ഓർഡറിൽ ചെയ്യണവരുണ്ടാവും. അപ്പൊ അതനുസരിച്ചുള്ള രീതികളായിരിക്കും അവരുടെ പാതകവും. നമുക്കുള്ള സൗകര്യത്തിലാണ് നമ്മൾ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പൊ ഇപ്പൊ അത് ക്ലിയർ ആയി കാണും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. അപ്പൊ എനിക്കും അത് മനസ്സിലാക്കാം. ഉള്ള സൗകര്യം വെച്ച് എനിക്കും അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് പരിപാടികൾ. ചായക്കുള്ള ടൈമിന് ഉണ്ടാക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ഇച്ചിരി സമയം തെറ്റിയെങ്കിലും കാര്യമുണ്ട്. 1 മണിക്കോ 12 മണിക്കോ മിക്സ് ചെയ്ത് വെച്ച രാവിലെ കറി ഉണ്ടാക്കണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാ ഇന്നലെ കറി ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ രാവിലെ ഇതിന്റെ പണി നോക്കായിരുന്നു. അരി പൊടിച്ച് കുഴച്ച് നമ്മൾ വെച്ചു. വലിയ തെറ്റില്ലാതെ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എണ്ണയൊക്കെ വാർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഈസി മെത്തേഡിൽ ഉണ്ടാക്കുന്ന നെയ്യപ്പമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല നെയ്യപ്പം കഴിച്ചേക്കണം. നമ്മുടെ നന്മ തോമസ് ചേട്ടുണ്ട്, സൂപ്പർ നെയ്യപ്പ. നമ്മൾ പണ്ട് വാങ്ങിച്ചല്ലേ പള്ളിയിലെ പരിപാടിന് വേണ്ടി. എന്ത് നല്ല നെയ്യപ്പ. അപ്പൊ നെയ്യപ്പം ഉണ്ടാക്കുന്ന ടെക്നിക്ക് എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പേജ് വിസിറ്റ് ചെയ്ത് നോക്കണേ. നല്ല ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാവേ. ഇന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ പലഹാരം എന്താണെന്ന് കണ്ടോ? ഇന്നത്തെ പലഹാരത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള പലഹാരമാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പലഹാരം ട്രൈ ചെയ്യുന്നത്. ഒരിക്കലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു പലഹാരം അല്ല. അപ്പൊ അപ്പക്ക് കഴിച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു. മുടിയ മാറ്റിക്കോ. ഇത് നെയ്യപ്പാണല്ലോ. കാണാനൊക്കെ നല്ല ലുക്കില്ലേ? നല്ല ഷേപ്പ്. അമ്മ എങ്ങനെ ഈ ഷേപ്പ് ഒപ്പിച്ചെടുത്തു? അല്ല ഈ സർക്കിളേ അത് അടിപൊളിയാ. ചെറിയ ടെക്നിക്കാ പക്ഷെ നല്ലതാ. ഏതരിപ്പൊടിയാ പോലെ എടുത്തേ? പച്ചരിയാ. കൂട്ടിന്റെ പച്ചരി പൊടിച്ചെടുത്തതാ. അപ്പോ നമ്മളൊക്കെ കാണുന്നത് പോലെ ഇന്നത്തെ വിഭവം നെയ്യപ്പമാണ്. നെയ്യപ്പം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പലഹാരമാണ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭവനങ്ങളിൽ. ഞങ്ങൾക്കൊക്കെ ഈ പള്ളിയിൽ നേർച്ചയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ മരിച്ചു കഴിഞ്ഞ് ആണ്ടടിയന്തരം അതിന് ഒക്കെ ഈ നെയ്യപ്പം ഒരു ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഭവമാണ്. പിന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നോക്കുമ്പോൾ അരി വീട്ടിൽ സുലഭമായിട്ടുണ്ടാവും. മിക്ക സ്ഥലങ്ങളിലും ശർക്കരയും ഒക്കെ ഉണ്ടാവും, കരിമ്പ് കൃഷിയൊക്കെ ഉള്ള പഴയ കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോ ഇത് ഉണ്ടാക്കല് വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടതായ സാഹചര്യങ്ങളില്ല. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരേ ഒരു പ്രശ്നം അതിന്റെ സോഫ്റ്റ്നെസ് ആണ്. പലപ്പോഴും അതിന്റെ പാകം അറിയില്ലാതെ വന്നു കഴിഞ്ഞാൽ
പലപ്പോഴും പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ആസ്വാദ്യത ഒരുപാട് അങ്ങ് കുറയും. അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു തകരാറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു തകരാറ് കൂടിയുണ്ട്, അത് അതിൻ്റെ എണ്ണയാണ്. പഴയ കാലത്തൊന്നും എണ്ണ കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, കാരണം ശാരീരികമായിട്ട് അധ്വാനിക്കുന്നവരാണ് എല്ലാവരും, കർഷകരും അതുപോലെയുള്ളവരൊക്കെ. ഇന്നത്തെ കാലത്താണ് അധ്വാനിക്കാതെയും വേർപ്പ് പൊടിയാതെയും ഇങ്ങനെയുള്ള ഹെവി ഫുഡ് കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോളും അതുപോലെയുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല അസുഖങ്ങളും വന്നു കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഉള്ളവർക്കത് കഴിക്കുമ്പോഴുള്ള ഒരു പരിമിതി അതിൻ്റെ എണ്ണയാണ്. ആ എണ്ണ നന്നായിട്ടത് കുടിക്കും. ഇവിടെ മോമുപ്പ അത് ടിഷ്യൂ പേപ്പറിൽ അത് പ്രസ് ചെയ്ത് പരമാവധി എണ്ണ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എണ്ണ നന്നായിട്ട് കുടിക്കും. കാരണം പച്ച സാധനം നമ്മൾ അരി പൊടി കുഴച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നതായതുകൊണ്ടാണ് അത് അടിമുടി വെളിച്ചെണ്ണ കണ്ടമാനം അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇതിൻ്റെ ഒരു വലിയ ദോഷമാണ്. അതിപ്പോൾ ഉണ്ണിയപ്പത്തിനും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും വല്ലപ്പോഴും, ഇപ്പോഴത്തെ കാലത്ത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിന് അത് നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. പണ്ട് കാലത്ത് അത് മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്കൊന്നും അതിനകത്ത് ഒരു വിഷയമില്ല, കാരണം കൃഷിപ്പണിയും ശാരീരികമായിട്ട് ഈ അധ്വാനം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ എണ്ണയും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഡേഞ്ചറായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും സോഫ്റ്റ്നെസ് നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം കഴിക്കാം. ഉണ്ടോ, ഇത് ഇങ്ങനെ വീർത്ത് വരുന്നതാണ്. ഇതിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കാഴ്ചയിൽ. അപ്പം ഞാൻ സോഫ്റ്റ്നെസ് ഉള്ളത് നോക്കി ഒരെണ്ണം എടുത്തു. ഏതായാലും എല്ലാത്തിനും നല്ല ഷേപ്പ് ഉണ്ട്. ആ റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് സൈസ് എന്ന് വെച്ചാൽ സെൻട്രലിൽ കുറച്ച് വീർത്തും സൈഡ് വശം കുറച്ച് തിന്നായിട്ട് ഇരിക്കുന്നതാണ് അതിന്റെ കാണാൻ ഭംഗിയുള്ള ഒരു ഷേപ്പ്. ഞങ്ങൾക്ക് ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കി നന്നായിട്ട് നെയ്യപ്പം ഉണ്ടാക്കി തരുന്ന കേറ്റേഴ്സ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. എക്സലന്റ് നെയ്യപ്പാണ് അത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ്, കഴിക്കാൻ വളരെ ആസ്വാദികരമാണ്. ഏതായാലും നമുക്ക് മോമിന്റെ ഇതൊന്ന് നോക്കാം. ഇത് പക്ഷേ നല്ല സോഫ്റ്റ് ആണ്. ഉണ്ട്, ഈ എണ്ണയാണ് ഇതിന്റെ ഒരു പേടി സ്വപ്നം. നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ്. നല്ലതാണ്. നല്ലതാണെന്ന് മാത്രമല്ല അരിപ്പൊടിയുടെയും ശർക്കരയുടെയും മറ്റു ചേരുവകളുടെയും മിക്സ് നമ്മൾ ച്യൂ ചെയ്യുമ്പോൾ ശരിക്ക് വായിൽ അത് വരുന്നുണ്ട്. അത് വളരെ ആസ്വാദികരമാണ്. നല്ല മിക്സ് ആണ് അതിന്റെ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ആസ്വാദ്യത. പിന്നെ സോഫ്റ്റ്നെസ്സും ഉള്ളത് കൊണ്ട് നമുക്കത് കഴിക്കുന്നതിനായിട്ട് വളരെ ഹൃദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി എന്നുള്ള നിലയിൽ അത് പരീക്ഷിക്കാവുന്നതാണ്. സിമ്പിൾ ടെക്നിക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രം ഞാൻ മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഈ എണ്ണയുടെ ഒരു പ്രശ്നം ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വല്ലപ്പോഴും അതൊന്ന് കഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ ദോഷമില്ല. പരമാവധി ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ എണ്ണയൊന്ന് അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് കഴിച്ചാൽ മതി. ഒന്ന് രണ്ടെണ്ണമൊക്കെ വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വേറെ ദോഷമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പരീക്ഷിക്കാവുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നെയ്യപ്പാണ്. ഞാൻ കൊടുക്കണ മാർക്ക് 100-ല് ഒരു 65. അത്രയും പോരാ, ഇച്ചിരി കൂടി കൊടുക്കാം. അപ്പയോ ഞാനൊരു 80% തരും. എങ്ങനെയായാലും ഒരു ബിറ്റ്വീൻ 70 and 80. ഏറ്റവും സിമ്പിൾ ടെക്നിക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ടുള്ള സംഗതി അതിന്റെ ആ ചേരുവകളുടെ ആ ഒരു മിശ്രിതമാണ്. അത് നല്ല രുചികരമാണ്. അതൊക്കെ കടുകും ഒക്കെ ഉണ്ട്. എള്ളൊക്കെ ആയിട്ടുള്ള ആ ഒരു ചവയ്ക്കുമ്പോ കിട്ടുന്ന ആ ഒരു ആദ്യ എള്ള് കണ്ടു. തേങ്ങയും ശർക്കരയും വിളയിച്ചത് ചുടാൻ നേരത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും സോഫ്റ്റ്നെസ്. അത് നല്ല ആസ്വാദികരമാണ് അത് ചവയ്ക്കുമ്പോ. നമ്മൾ പലപ്പോഴും ഇത് കഴിക്കാൻ മടിക്കുന്നതിന്റെ കാര്യം ഇതാ, പലയിടത്തെയും ഭയങ്കര കടുപ്പമായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കിയാൽ അത് നല്ല രുചികരമാണ്. ഇതിന് ആ ഒരു കടുപ്പമില്ല, സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോ വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അപ്പ രണ്ടാമത്തെ നെയ്യപ്പം എടുത്തു. ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അപ്പ വീണ്ടും നെയ്യപ്പം എടുക്കാൻ സാധ്യത കൂട്ടിയത്. അല്ലേ? ശരിക്കും മുരിഞ്ഞിട്ടുമുണ്ട്.